സ്വാഗതം TCVയുടെ ചതുരംഗത്തിലേക്ക്. സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും ജില്ലയിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുമുള്ള ഒരു സംവാദമാണ് ചതുരംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അവബോധം നൽകുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ചതുരംഗത്തിൽ ജില്ലയിലെ നല്ല സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംവാദത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ ഭാഗമായി തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇടത് വലത് BJP പാർലമെൻ്ററി നേതാക്കന്മാർ നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യമായി പരിചയപ്പെടുന്നു ശ്രീ PK ഷാജൻ, ഇടതു മുന്നണിയുടെ പാർലമെൻ്ററി നേതാവാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ. ശ്രീ രാജൻ ജയപ്പല്ലൻ, നേരത്തെ മേയറായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിൽ. വിനോദ് പൊള്ളാഞ്ചേരി BJPയെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ എക്കാലവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട്. ഏറെക്കാലം മുമ്പ് രൂപീകൃതമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ ഇടതു മുന്നണിയാണ് ഭരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ തന്നെ ഒരുപാട് വികസനങ്ങളും അല്ലെങ്കിൽ വികസനങ്ങൾ നടക്കുന്നില്ല എന്നതിനെക്കുറിച്ചും എല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീ PK ഷാജനിലേക്ക് പോകാം. ഇപ്പോൾ സമീപ നാളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ്. അങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ വല്ലതുമുണ്ടോ? ഭരണമാറ്റം എന്നത് ഒരു കെട്ടുകഥയാണ്. ഭരണമാറ്റത്തിൻ്റെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 3-3.25 വർഷക്കാലമായി ഭരണം. അത് വളരെ അന്തസ്സായി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഭരണമാറ്റം എന്നൊരു അജണ്ട ഇല്ല. അതാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെട്ടുകഥ മാത്രമാണ്. നേരത്തെയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ അതിൻ്റെ കാര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ മറുപടി രാജമ്പല്ലം പറയും അല്ലേ? അങ്ങനെയുണ്ടോ? തൃശ്ശൂർ കോർപ്പറേഷനിലെ LDF നേതൃത്വത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നത് 8 വർഷമായി. തുടർച്ചയായിട്ട് 8 വർഷമായി LDF ഭരണം മുന്നോട്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ പല കൗൺസിലർമാരും വളരെയധികം നിരാശരാണ്. ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന LDF ഭരണസമിതിയെക്കുറിച്ച് സ്വന്തം പാർട്ടിയിലെയും CPMലെയും CPIയിലെയും ഘടകകക്ഷികളുടെയും ആത്മപരിശോധന നടത്തിയാലേ ഇപ്പോൾ അവർക്ക് സ്വാഭാവികമായും ധാർമ്മികമായി തുടരാൻ അവകാശമില്ല. ഇതിൽ നിന്ന് ആരാണ് കൂടെ വരാമെന്ന് പറഞ്ഞത്? ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, ഒരു ധാർമ്മികമായി അവർക്ക് പിന്തുണയില്ല. 55 അംഗ കൗൺസിലിൽ 25 അംഗം മേയറടക്കമുള്ള PK ഷാജൻ അടക്കമുള്ള 25 ആളുകളുടെ അംഗബലത്തിലാണ് കോർപ്പറേഷൻ ഭരണസം മുന്നോട്ട് പോകുന്നത്. ഈ ഇരിക്കുന്ന PK ഷാജന് പോലും അറിയാം അതിലെ 5-6 കൗൺസിലർമാർ അവരുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ്. പക്ഷേ ഞാൻ അതിൽ ചോദിക്കാനുള്ള, ഈ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് മുന്നണിയുടെ ഭാഗമായി ഉണ്ടാകാം. പക്ഷേ ഒരു മറുകണ്ഠത്തിലേക്ക് വരിക എന്നുള്ള ഒരു രീതിയിൽ നേരത്തെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്നുണ്ട് ചിലർ എന്നുള്ളത്. അതാണ് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചത്, വരുന്നുണ്ടോ? കോർപ്പറേഷനിലെ LDF കൗൺസിലർമാരിലെ ചിലർ അവരുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ എന്തുകൊണ്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ജനദ്രോഹ നടപടികൾ കൊണ്ട് അവർ നേതാക്കന്മാരോട് പോലും പറഞ്ഞ് മടുത്ത് അവർ മറ്റ് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പറ്റും. BJPക്ക് ഇത് തന്നെയാണോ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഇതാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ അടുത്ത വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവും കൗൺസിലറുമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ED അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുകയാണ്. 2 പ്രാവശ്യം വിളിപ്പിച്ചു, ഇനിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ശരിക്കും അതിലും മുകളിലുള്ള സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കന്മാരടക്കം ഇവിടെ പല കാര്യങ്ങളിലും ഈ കോർപ്പറേഷൻ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു കോർപ്പറേഷനാണ്, തദ്ദേശ ഭരണ സ്ഥാപനമാണ് തൃശ്ശൂർ. അതിൻ്റെ പേരിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ പല ആൾക്കാരും ഇവിടെ പല കാര്യങ്ങളിൽ ഇടപെടുകയും വലിയ രീതിയിലുള്ള അഴിമതി നമുക്കറിയാം തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സുവർണ്ണ കാലഘട്ടം ഈ കഴിഞ്ഞു പോയി അവരെ ഈ 10 വർഷം എന്നുള്ള ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഏറ്റവും അധികം കേന്ദ്ര ഫണ്ടുകൾ നേരിട്ട് കിട്ടിയ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. വിവിധ പദ്ധതികളിലായിട്ട് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ട് നേരിട്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തെ ലഭിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം വൻ അഴിമതി നടന്നത് പല പ്രാവശ്യം ഞങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിലായാലും കേന്ദ്രത്തിലായാലും എല്ലാം
ഉന്നയിക്കപ്പെടുന്ന ഒരു പരക്കെയുള്ള ഒരു ആരോപണമാണ് അഴിമതി എന്ന്. പക്ഷെ ഇതിൽ എടുത്തു പറയാൻ അങ്ങനെ ഇപ്പോൾ അദ്ദേഹം അടുത്തിരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു ഓംബുഡ്സ്മാൻ്റെ ഒരു വിധി വന്നു. കഴിഞ്ഞ ടൈമിൽ മേയറായിരുന്ന അജിത ജയരാജനും അതുപോലെ ഇപ്പോഴത്തെ സമിതിയിലുള്ള ML റോസി, അതുപോലെ മുൻ സെക്രട്ടറി അടക്കം 35 ലക്ഷം വെച്ചിട്ട് ഓരോരുത്തരും കോർപ്പറേഷനിലേക്ക് അടയ്ക്കണം എന്നാണ് വിധി വന്നിട്ടുള്ളത്. അതുപോലെ അവർക്ക് ഇനി മത്സരിക്കാനുള്ള വിലക്ക് ഏർപ്പെടുത്താനും ഇലക്ഷൻ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പോയിന്റ്. ഈ ഇതേ അഴിമതി ആരോപണം തന്നെയാണോ പറയാനുള്ളത്? ഇപ്പോൾ BJPയുടെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയൊരു അഴിമതി ആരോപണമല്ല, അഴിമതി കണ്ടെത്തി ഓംബുഡ്സ്മാൻ ശിക്ഷിച്ചു. ആര് ശിക്ഷിച്ചു? CPMൻ്റെ മേയറായിരുന്ന അജിത ജയരാജനെ 35 ലക്ഷം രൂപ പിഴയടയ്ക്കാൻ വിധിച്ചു. അന്നത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഇന്നത്തെ ഡെപ്യൂട്ടി മേയർ ML റോസിയെ 35 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. 1 കോടിയേക്കാൾ കൂടുതൽ രൂപയുടെ അഴിമതി നടന്നുവെന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തി. അല്ലാണ്ട് ആരോപണമല്ല, കണ്ടെത്തി ശിക്ഷിക്കാൻ ഒരു വിധി വന്നു. ആ വിധി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഹൈക്കോടതി സ്റ്റേയിലാണ്. ഇതിൽ ഷാജനോട് ചോദിക്കാനുള്ളത്, ഈ സമയത്ത് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒഴിയേണ്ട എന്ന് എടുത്ത് തീരുമാനിക്കുകയുണ്ടായി. ഈ സ്ഥാനത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ ഒരു അഴിമതിയുടെ പ്രശ്നമില്ല. അത് യഥാസമയം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ വന്ന പ്രശ്നമാണ്. ഞാനത് കൃത്യമായി നോക്കി. അത് ആ കാലഘട്ടത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ചെയ്തു. ലോവസ്റ്റ് കൊട്ടേഷൻ വെച്ച ആളോട് ടെൻഡർ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ടെൻഡർ എടുക്കാനായിട്ട് വന്നില്ല, ഏറ്റെടുക്കാൻ വന്നില്ല. ഈ സമയമായപ്പോഴേക്കും എലക്ഷൻ പ്രഖ്യാപിച്ചു. എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ഇത് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ UDF കാലത്ത് രാജേട്ടനടക്കമുള്ള ആ കൗൺസിൽ മേയറായിരുന്ന കാലത്തുണ്ടായ ആ റേറ്റ് തന്നെ എലക്ഷൻ കഴിയോളം തുടരണം എന്ന് തീരുമാനിച്ചു. ഇതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ അന്ന് തീരുമാനിച്ചതിനേക്കാൾ പൈസ കുറവിലാണ് ടെൻഡർ വെച്ചിരുന്നത്. അന്നത്തെ പൈസയും ടെൻഡർ വെച്ചതും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കൂട്ടിക്കിഴിച്ചിട്ടാണ് ഈ പൈസ വന്നത്. ഇത് അഴിമതിയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ കാര്യം ഓംബുഡ്സ്മാൻ്റെ മുമ്പാകെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും പെശക് പറ്റിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഓംബുഡ്സ്മാൻ അജിത ജയരാജനെ മണിക്കൂറോളം സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അജിത ജയരാജൻ മണിക്കൂറോളം സംസാരിച്ച് രേഖാപ്രകാരം കത്ത് കൊടുത്തു. ആ വിധിയിൽ അജിത ജയരാജൻ പറഞ്ഞ എല്ലാ അവകാശങ്ങളും അവരിൽ കൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഡെപ്യൂട്ടി മേയർ, അന്നത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഓംബുഡ്സ്മാൻ അവസരം കൊടുത്തു. എല്ലാം വിശദീകരിച്ചു. അന്നത്തെ സെക്രട്ടറിയോട് വിശദീകരിച്ചു. ആ വിസ്താരം മുഴുവൻ കേട്ടതിന് ശേഷം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് കോടതി വിധിച്ചത്. അല്ലാതെ കോടതി ഏകപക്ഷീയമായി വിധിച്ചത് ഒരു ദിവസം കൊണ്ട് വന്നിട്ടില്ല. എല്ലാവരെയും ചർച്ച ചെയ്തിട്ട് അവരെല്ലാ അഭിപ്രായങ്ങളും വിധിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1000 ലിറ്റർ വെള്ളം കോർപ്പറേഷനിലെ അതിർത്തികളിൽ വിതരണം ചെയ്യാൻ 99 രൂപയ്ക്ക് ഒരാൾ വെച്ചു. ആ വെച്ച ആൾക്ക് കൊടുക്കുവാനായി ഇവർക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ബോധപൂർവം അദ്ദേഹത്തെ ഒഴിവാക്കണം. ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ്. ആ റേറ്റുകാരനെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ LDF നേതൃത്വം, CPM നേതൃത്വം ബോധപൂർവം ഒരു മൂവ്മെന്റ് നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ കൗൺസിലിൽ അംഗമുണ്ട്. ഞാനുണ്ട്. അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അത്? പിന്നെ അതായത് PK ശശിധരൻ ചിലപ്പോൾ അന്ന് കൗൺസിലിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ കൗൺസിലിൽ PK ശശിധരൻ അത് ശ്രദ്ധയിൽപ്പെട്ടാണ്. ഏറ്റവും ലോവസ്റ്റ് റേറ്റുകാരനെ കൊടുക്കാൻ ഇവർക്ക് സമ്മതമായിരുന്നില്ല. ഇവർ ലോവസ്റ്റ് റേറ്റുകാരന് കൊടുത്തു എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്. ലോവസ്റ്റ് പങ്കെടുത്ത ഒരു കരാറുകാരന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിക്കേണ്ടി വന്നു. ഏറ്റവും കുറവ് ഞാനാണ് രേഖപ്പെടുത്തിയത്, എനിക്കെന്ത് തരണം എന്ന് എന്നിട്ട് കൊടുത്തു, വർക്ക് ഓർഡർ കൊടുത്തു. പക്ഷേ ഈ ബോധപൂർവം വർക്ക് ഓർഡർ കൊടുത്തുവെങ്കിലും അവരെ ചിറ്റിച്ചു. അവരെ കൊടുക്കാതിരിക്കാൻ ബോധപൂർവ്വം ശ്രമം നടത്തി. അവരെ നിരുത്സാഹപ്പെടുത്തി. അവർക്ക് വെള്ളം വിതരണം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകാതിരുന്നു. അങ്ങനെ അവരെ എന്താ പറയുക, മനഃപൂർവ്വമായ അവരെ കാലതാമസമുണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിട്ട് അവർ ഉയർന്ന റേറ്റുകാരന് കൊടുത്തു. അതിൽ വന്ന അഴിമതിയാണ് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയത്. മറ്റൊരു വിഷയം BJP പ്രതിനിധി പറഞ്ഞോട്ടെ. പറയൂ. ഇതിപ്പോ ഈ പറഞ്ഞതിപ്പോ എന്താ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. നോക്കിയപ്പോൾ ഈ കാര്യത്തിൽ 99 രൂപയ്ക്ക് ഒരാൾ ലോവസ്റ്റ് കൊട്ടേഷൻ വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾക്ക് ഇത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്ത രേഖ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്, കോർപ്പറേഷനിലുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം UDF രാജേട്ടൻ തന്നെ തീരുമാനിച്ച റേറ്റാണ് ഈ എലക്ഷൻ കഴിയോളം തുടരാൻ തീരുമാനിച്ചത്.
അപ്പോൾ അതിലൊരു അഴിമതിയുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരിയായ നിലയിൽ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണത്. എന്തായാലും അത് നിയമപരമായി മുന്നോട്ട് മറ്റൊരു ആരോപണം ഉന്നയിച്ചത് ചില കൗൺസിലർമാർ, കോർപ്പറേഷനിലെ ചില ഭരണമുന്നണിയിലെ ചില കൗൺസിലർമാർ തെറ്റായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചിലത് ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലൊരു ആരോപണമാണ്. അത് എങ്ങനെയാണ് ഇടത് ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണോ ചോദിക്കുന്നത്? അല്ല, ഭരണമാറ്റമല്ല, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ചില കൗൺസിലർമാർ ഇതുമായി ഇതിൽ വിജിലൻസ് അന്വേഷണം ഈ വിഷയമല്ല, അദ്ദേഹം പൊതുവായിട്ടാണ് പറഞ്ഞത്. ഏത് വിജിലന്വേഷണവും നടന്നോട്ടെ എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. തെറ്റായ ഒരു കാര്യത്തെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വിജിലൻസിന് അന്വേഷിച്ച് തെറ്റായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കണം. മറ്റൊന്നിലേക്ക് ചിലരുടെ അസംതൃപ്തി എന്ന് പറയുകയുണ്ടായില്ല. നേരത്തെ തന്നെ ഇടത് വിഭാഗത്തിൽ തന്നെ കൗൺസിലർമാർക്ക് അസംതൃപ്തി ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. അതിൽ സാധാരണഗതിയിൽ CPIക്കാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനമായി പോകേണ്ടത്. അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യമുണ്ടെന്നും അണിയറയിലും അരങ്ങിലും പറയുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ CPIക്കാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം തീരുമാനം അനുസരിച്ചുള്ളത്. അവരിൽ തീരുമാനമാകാതെ വന്ന സന്ദർഭത്തിൽ സ്വതന്ത്രയായിട്ടുള്ള സീനിയറായിട്ടുള്ള ML റോസിയെ നിയോഗിച്ചത് മാത്രം. ഇപ്പോഴും CPIക്ക് അർഹതപ്പെട്ടതാണ്. അത് അവരെപ്പോൾ തയ്യാറായി വരുന്നു അത് കൊടുക്കുന്നതിന് ഒരു വിരോധം. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കല്ലുകടിയുണ്ടോ അതിനിടയിൽ? അത് നമുക്കറിയില്ല. അത് പാർട്ടി കാര്യങ്ങളല്ലേ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അങ്ങനെയുള്ള ചിലർ പ്രതിപക്ഷവുമായി സംസാരിച്ചതായിട്ട് നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, മറ്റു പാർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, എന്നാലും പറയാം. CPIയിൽ 4 കൗൺസിലർമാരാണ് ഉള്ളത്, 3 വനിതാ കൗൺസിലർമാർ. വനിതകൾക്ക് മാത്രമേ ഡെപ്യൂട്ടി മേയർ ആവാൻ സാധിക്കുള്ളൂ. ഞാനത് ചോദിച്ചോട്ടെ, ഒരു CPIയിലെ കൗൺസിലർ മന്ത്രി രാജൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നു, ഒരാൾ ബാലേന്ദ്രന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നു, ഒരാൾ സുനിലിന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നു. ഇതാണ് പ്രശ്നം. ആ തല്ലുകൂട്ടമാണ് സ്വതന്ത്ര CPM സ്ഥാനാർത്ഥിയായ ML റോസിയെ ഡെപ്യൂട്ടി മേയറാക്കിയത്. കോർപ്പറേഷനിലെ ഘടകകക്ഷികളുടെയും CPMലെയും കൗൺസിലർമാര് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസത്തിലാണ്. പല തീരുമാനങ്ങളിലും പ്രതിപക്ഷം എടുക്കുന്ന ഡിസെൻഡിങ്ങിൽ അവരും ഡിസെൻഡിങ് കൊടുക്കുന്നു, അഴിമതി ആരോപിക്കുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നെഞ്ചിൽ കഴിച്ച് ഷാജേട്ടൻ പറയട്ടെ, ശരിയല്ലേ? ഞാൻ LDFലെ കൗൺസിലർമാർക്ക് ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്, അവര് പൊട്ടിത്തെറിയുടെ വക്കീലാണ്. ഇത് മാത്രമേ ഞാൻ അവസാനം പറയുന്നു. ഇതിൽ ഒരാളുമായി ഒരാൾ പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു എന്ന് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ. ഒരാൾ മാത്രമല്ല, മൊത്തം 3 പേർ സംസാരിച്ചു. സ്വകാര്യ സംഭാഷണങ്ങളിലെ LDFലെ ഒരുപാട് കൗൺസിലർമാരെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അഴിമതികളെക്കുറിച്ച്, ധൂർത്തിനെക്കുറിച്ച്, കെടുകാര്യസ്ഥതയെക്കുറിച്ച്, ജനദ്രോഹ നടപടികളെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഏറ്റവും ഒടുവിലായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്ന് എത്രയാണ് ഡേറ്റ്? 27 മാർച്ച് 27. എന്നാണ് നികുതി പലിശയില്ലാതെ അടയ്ക്കാനുള്ള ഏറ്റവും അവസാനത്തെ തീയതി ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം? ഈ മാർച്ച് 31-നാണ്. ഇനി 4 ദിവസം കൂടി ഉള്ളൂ അല്ലേ? തൃശ്ശൂർ കോർപ്പറേഷനിലെ വാണിജ്യ ഗാർഹിക കെട്ടിടങ്ങൾക്ക് നികുതിദായകർക്ക് പലിശയില്ലാതെ അടയ്ക്കുവാൻ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം 4 ദിവസം ബാക്കി നിൽക്കെ തൃശ്ശൂർ കോർപ്പറേഷനിലെ 40% പേർക്ക് പോലും നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ മറ്റ് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ 40% പേർക്ക് മാത്രമേ നികുതി പലിശയില്ലാതെ അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 60% പേർക്ക് സാധിച്ചിട്ടില്ല 4 ദിവസം മുമ്പ് വരെ. എന്താണ് അതിൽ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പലിശയില്ലാതെ അടയ്ക്കാൻ സൗകര്യമൊരുക്കിയത് എന്ന് തന്നെ അഭിനന്ദിക്കേണ്ട ആളാണ് ഈ രാജേട്ടൻ. അത് എല്ലാ സാമ്പത്തിക വർഷവും സംസ്ഥാന ഗവൺമെന്റ് മാറി വരുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാ മാർച്ചിലും മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾക്ക് അതിന്റെ വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായ നടപടികൾ മാറി വരുന്ന ഗവൺമെന്റുകൾ എല്ലാ മാർച്ച് മാസം. ഇത് മുൻകാല പ്രാബല്യത്തോടുകൂടി നികുതി മേടിക്കുകയാണ്. ശരിക്ക് പലിശ നോക്കിയാൽ ഇപ്പൊ താൽക്കാലികമായിട്ടുണ്ടായതല്ല, വമ്പൻ പൈസയാണ് പലിശ എല്ലാവർക്കും. അടയ്ക്കാനുള്ളവർക്ക് 80,000 രൂപയ്ക്കാണ് അടയ്ക്കാനുള്ളത്. ഈ പലിശ പൂർണ്ണമായിട്ട് തള്ളാൻ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. ഇതിൽ
കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ എടുത്ത പോസിറ്റീവ് നിലപാടിനെ അംഗീകരിക്കണം. എനിക്ക് മനസ്സിലായില്ല അതായത് എന്താണ് ഷാജേട്ടൻ പറയുന്നത് ഗുരുതരമായ മനസ്സിലാവില്ല. അതെന്താ കാര്യം എന്നറിയും? ഇത് പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സിലാവാണ്ടല്ല, ഇതിപ്പോൾ പ്രശ്നം ഇട്ട് കുഴക്കണതാ. ഇത് ഓൺലൈനാക്കാൻ തീരുമാനിച്ചു. ഓൺലൈനാക്കാൻ തീരുമാനിച്ചത് സർക്കാരാണ്. ആ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ ഓൺലൈൻ ആവുന്നതിൽ ഇന്നും ചില പ്രശ്നങ്ങളുണ്ട്. അവര് അത് പ്രവർത്തനങ്ങളിൽ ശരിയല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷാജേട്ടന് മനസ്സിലാകാതെ അഭിനയിക്കുകയാണ്. എനിക്ക് ചാനൽ ചർച്ചയിൽ അധികം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ചുരുക്കി പറയാം. 2013 വരെ കേരളത്തിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ നികുതി തീരുമാനിച്ചത് റെന്റ് അടിസ്ഥാനത്തിലാണ്. 13 ശേഷം സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവിറക്കി റെന്റ് അടിസ്ഥാനത്തിലല്ല വിസ്തീർണ അടിസ്ഥാനത്തിൽ നികുതിയാക്കണമെന്ന് തീരുമാനിച്ചു. കേരളത്തിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലെ ബഹുഭൂരിപക്ഷം പേരും ഇത് നടപ്പാക്കിയില്ല. പല കോർപ്പറേഷനും നടപ്പാക്കി, കേരളത്തിൽ നടപ്പാക്കിയില്ല. അന്ന് പിന്നീട് 2019 പിണറായി സർക്കാർ ഒരു ഉത്തരവിറക്കി. എന്താണ് ഉത്തരവ്? 13 മുതൽ പഞ്ചായത്തുകളോട് അതെ 13 മുതൽ ഉത്തരവ് ഇറക്കിയിരുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ നടപ്പാക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 16 മുതൽ നടപ്പാക്കിയാൽ മതി എന്ന് ഉത്തരവിറക്കി. 2019 ഉത്തരവിറക്കി. ആ 16 മുതൽ 3 വർഷത്തെ മാത്രം നിങ്ങൾ വിസ്തീർണാക്കിയാൽ മതി എന്ന് പറഞ്ഞ് 2019 ഉത്തരവിറക്കി. ഈ ഉത്തരവ് LDF കൗൺസിൽ പൂത്തിവെച്ചു. എന്തിനു പൂത്തിവെച്ചു? 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്നു, കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു. അതിൽ നികുതി വർധനവ് ഉണ്ടാകും, അത് ഞങ്ങളുടെ വോട്ടിനെ ബാധിക്കും എന്ന് കരുതി പൂത്തിവെച്ചു. ആ പൂത്തിവെച്ചത് കൊണ്ട് ഇന്ന് അവർ അന്ന് ആ ഉത്തരവ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് 10 ഇൻസ്റ്റാൾമെന്റ് കിട്ടുമായിരുന്നു. 10 ഇൻസ്റ്റാൾമെന്റ് കിട്ടുമായിരുന്നു. പലിശ ഇല്ലാതെ കൊടുക്കുമായിരുന്നു. അന്ന് ഗവൺമെന്റ് ഉത്തരവിലുണ്ട്. അത് പൂത്തിവെച്ചിട്ട് ഇന്ന് 2024 വരുമ്പോൾ 16 മുതലുള്ള നികുതി വർധനവും അതിൻ്റെ പലിശയും പിഴപ്പലിശയും സേവന നികുതി 10% പിരിച്ച് ഇവിടെ കോർപ്പറേഷൻ ജനങ്ങളെ കടുമിട്ട് വെട്ടുകയാണ്. ഇന്ന് എല്ലാവരും കോടതിയിൽ പോവുകയാണ്. ഇത് പി കെ ഷാജേട്ടൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. 4000 അടയ്ക്കുന്ന ഒരു എൺപാൻഡ് ബില്ല് വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വരുന്നു? 16 മുതൽ ഇതിലെന്താ കാര്യം എന്നറിയാം? രാജേഷ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ ഒരു കാര്യമില്ല. 11 മുതൽ നടപ്പാക്കേണ്ട കാര്യം അത് 16 വരെ ഭരിച്ചിരുന്നത് IP പോൾ അദ്ദേഹവും രാജേട്ടനുള്ള ആളുകളാണ്. ഇവരാ പണം പിരിച്ചെടുക്കാൻ ഒന്നും ചെയ്തില്ല. 16 വരെ അവിടെ കിടന്നു. പിന്നെ കേസ് പോയി വിധി വരുന്നത് 2019. 2019 AC മൊയ്തീൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ആള് 11 മുതൽ 16 വരെയുള്ളത് ഒഴിവാക്കി 16 മുതൽ മതി എന്ന് തീരുമാനിച്ചു. ഈ സന്ദർഭങ്ങളിലാണ് ഇവിടെ വെള്ളപ്പൊക്കം, കോവിഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നത്. അല്ലാണ്ട് ഇലക്ഷൻ കാര്യമൊന്നുമല്ല. ഈ സന്ദർഭത്തിൽ സംയുക്തമായി ആലോചിച്ചിട്ടാണ് ഇത് മാറ്റിവെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളൊന്നും അത് കൗൺസിലുള്ള ആൾക്കാരല്ല. ഇങ്ങനെയാണ് അത് നീണ്ടുപോയ കാര്യം വന്നേ. അല്ലാതെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് പൂത്തിവെച്ചു എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. ഇവരീ പറഞ്ഞ ഭാരം ചുമക്കേണ്ടതാരാ? ഈ കാര്യത്തില് LDF എടുത്തിട്ടുള്ള നിലപാട് ജനങ്ങളെ എന്താ പറയാ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളുടേതല്ലാത്തൊരു കുറ്റത്തിന് ഈ 16 തൊട്ട് പിരിക്കാൻ പറഞ്ഞെങ്കിലും ഈ 23-24 വരെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് ജനങ്ങളെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് എന്നിട്ട് ഇപ്പം അതിൻ്റെ പിഴപ്പലിശ അടക്കാം എന്ന് പറയുമ്പോൾ പലരും വന്ന് നഞ്ഞത്ത് കൈ വെച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ പോണത് അവിടെ നിന്ന്. ഇപ്പം ഇന്നലെ ഒരാൾ ഇവിടെ നമ്മുടെ സോമറിലുള്ള ഒരു ഫ്ലാറ്റിലെത്തിയ 3 ലക്ഷമാണ് അവർ കഴിഞ്ഞ വർഷം വരെ, അതായത് 30,000 രൂപ അവരുടെ ടാക്സ്, അതായത് അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസാണ് അത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാം അസോസിയേഷനുകൾ ഏൽപ്പിക്കുന്നത്, ബിൽഡിംഗുകാർക്ക് അതിലൊരു ബന്ധമില്ല. 3 ലക്ഷമാണ് ഇപ്പോൾ അവർ ഈ വർഷം അടയ്ക്കാൻ വേണ്ടി അവർക്ക് എഴുതി കൊടുത്തിട്ട് 3 ലക്ഷം. 30,000 രൂപ കഴിഞ്ഞ പ്രാവശ്യം അടച്ച ആൾക്കാർക്ക് ഈ പ്രാവശ്യം 3 ലക്ഷം. അപ്പൊ ഇത് എന്റെ അടുത്ത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിയിൽ തന്നെ പോകണം. ഏപ്രിൽ 1 മുതൽ പലിശ വാങ്ങും. രാജേട്ടനല്ലല്ലോ തീരുമാനം, മന്ത്രിയല്ലേ പറയട്ടെ. ഇന്നലെ നമ്മുടെ ഇന്നലെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് അടിച്ചു കൊടുത്താണ് 3 ലക്ഷത്തിന്റെ സ്ലിപ്പ്. മനസ്സിലായ? പലിശയും പലിശയും ഒഴിവാക്കി മേടിച്ച ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും. എനിക്ക് മനസ്സിലാവും. 30 വരെ പിഴപ്പലിശ ഒഴിവാക്കാൻ ഗവൺമെന്റ് ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. പലിശയും
ഒഴിവാക്കാൻ ഉത്തരവ് നൽകുന്നുള്ളൂ. മാർച്ച് 4 ദിവസം കൂടെ ഉള്ളൂ. പക്ഷേ ഭൂരിപക്ഷം പേര് അടയ്ക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുമ്പോൾ ഇനി വീണ്ടും മാർച്ച് 31 വരെയെന്ന് ആര് പറഞ്ഞു? ഗവൺമെന്റ് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നല്ലേ ഉത്തരവ്. അല്ലല്ല, ഇത് പ്രശ്നം ഉണ്ടാവില്ല. അതിലാദ്യം എന്തായാലും ഇത് കൗൺസിൽ തന്നെ ഒരു ചർച്ച ചെയ്ത് കൃത്യമായ തീരുമാനം ഉണ്ടാവണം. കൗൺസിൽ വെച്ചാണത്. അല്ല, ഷാജേട്ടൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർച്ച് 31 കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ ഈ പറയുന്ന 60% വരെ നികുതി അടയ്ക്കാത്ത തൃശ്ശൂർ കോർപ്പറേഷനിലുള്ള പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പലിശ മേടിച്ച് കടുംവെട്ട് പെട്ടാൻ കാത്തിരിക്കണവരെ. ഒരു പലിശയും വരാൻ പോണില്ല. ഒരു പലിശയും വരാൻ പോണില്ല. പലിശയും വരാൻ പോണില്ല. എന്ത് കോർപ്പറേഷനിലെ ഭരണ നേതൃത്വത്തിനുണ്ടായ ഉദ്യോഗസ്ഥത്തിനുണ്ടായ പിടിപ്പുകേട് മൂലം തൃശ്ശൂർ പട്ടണത്തിലുള്ള 2 ലക്ഷത്തോളം വരുന്ന നികുതിദായകർക്ക് ഇന്ന് 11 മുതൽ 16 വരെ പിരിക്കാതിരുന്ന ആളുകളാണ് ഈ വാദം. ശരി, അല്ല, ആ വിഷയത്തിൽ കൂടുതൽ നമ്മൾ അതിൽ തന്നെ തർക്കത്തിലൂടെ മുന്നോട്ട് പോകാൻ. മറ്റൊരു വിഷയം, പ്രധാനപ്പെട്ട കാര്യം പറയാം. കാരണം വാർത്താപരമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കൂടുതലായി അറിയാവുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ളക്ഷാമം. എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച ഒരു സംവിധാനമാണ്. നമ്മൾ പീച്ചിയിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരാനായി ശ്രമിക്കുന്നു, മറ്റ് പല മാർഗ്ഗങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ വേനൽ തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ കലങ്ങിയ വെള്ളം വരുന്നു എന്നുള്ള വലിയ പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ വേനൽ തുടങ്ങുമ്പോൾ തന്നെ പലയിടത്തും വെള്ളം ലഭിക്കുന്നില്ല എന്ന വലിയ വ്യാപകമായ പരാതി ഇനി കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ. എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത്? നമ്മളതിൽ ആദ്യം കണ്ടുവെച്ചാൽ ഇവിടെ കലക്കവെള്ളം കൊണ്ട് വലിയ പ്രശ്നമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫ്ലോട്ടിംഗ് സിസ്റ്റം വെച്ച് ഇപ്പോൾ കലക്കവെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഒരാഴ്ചയായിട്ടാണ് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ഒരു സംഘം എവിടെയാണ് കുഴപ്പം എന്ന് പൊളിച്ചു നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. അവസാനമാണ് ഒരു വലിയ പൈപ്പ് പൊട്ടി വെള്ളം തള്ളി പോണത് കണ്ടത്. അത് ശരിയാക്കിയതോടുകൂടി ഇപ്പൊ പ്രശ്നമില്ല. ഇല്ല, എപ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പൊ കുടിവെള്ള പ്രശ്നം ഉയർന്ന മേഖലകളിലേക്ക് വരണ്ടാവില്ല. എന്റെ ഡിവിഷനിൽ 3 ടാങ്ക് വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. തൃശ്ശൂർ കോർപ്പറേഷൻ ചരിത്രത്തിലെ 165 കോടി രൂപ കുടിവെള്ള വിതരണ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭരണസമിതിയാണ് ഈ CPM-ന്റേത്. എന്ത് ചെയ്തു വരും? അമൃത് ഫണ്ട്, കേന്ദ്ര ഫണ്ട് എന്ത് ചെയ്തു? 60 കോടി ചെലവാക്കി. പൈപ്പിട്ട് മൂടി, കമ്മീഷൻ മേടിച്ചു. ഇതല്ലാതെ വെള്ളത്തിന് കുടിവെള്ളം പീച്ചിയിൽ നിന്ന് വന്നോ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നോ കുടിവെള്ളം തൃശ്ശൂർ പട്ടണത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ട കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതെ പൈപ്പുകൾ വാങ്ങിക്കുട്ടി മണ്ണിന്റെ അടിയിലിട്ട് അതിന്റെ കമ്മീഷൻ മേടിച്ചിരിക്കുക എന്നല്ലാതെ 165 കോടി രൂപ ചെലവ് ചെയ്തിട്ടും തൃശ്ശൂർ പട്ടണത്തിൽ എന്തുകൊണ്ട് വെള്ളം ലഭിക്കുന്നില്ല? ഈ 62 മുതൽ കമ്മീഷൻ ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം കൂടുതൽ വിതരണം ചെയ്യാത്ത ഭരണാധികാരികളുടെ പ്രതിനിധിയാണ് ശ്രീ രാജംബല്ലൻ. അദ്ദേഹം ആളുകളുടെ ആവശ്യം വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ പൈപ്പ് ഭൂമിയുടെ അടിയിൽ എൻ്റെ ആകാശത്ത് വയ്ക്കാൻ പറ്റും. അതിലെല്ലാം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ പറ്റി എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കൂ. അങ്ങനെ കമ്മീഷൻ പറ്റിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. എന്നാൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രയോ അന്വേഷണ ഏജൻസികളുണ്ട്, ഇവരെ കൊണ്ട് അന്വേഷിപ്പിച്ച് നിയമ നടപടികളിലേക്ക് പൊക്കൂടെ. ഇപ്പോൾ നമ്മൾ 3ാം പൈപ്പ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു പൈപ്പ് ലൈൻ ഇട്ട് പൊട്ടാത്ത ഒരു ലൈൻ ഇവിടെ എത്താൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം വിതരണം ചെയ്യുന്നതിന് സൗകര്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒല്ലൂര് അതുപോലെ തന്നെ കുട്ടല്ലൂരൊക്കെ വലിയ ടാങ്കുകൾ വന്നിട്ടുണ്ട്. അത് നിറയുന്നതോടുകൂടി നല്ല പ്രഷറിൽ വെള്ളം തള്ളാൻ പറ്റും. പുല്ലരി കുന്നിൻ്റെ മുകളിൽ ഒരു ടാങ്ക് കൂടിയും വെച്ചാൽ മിക്കവാറും കുടിവെള്ള പ്രശ്നം പരിഹരിക്കും എന്നാണ്. ഇപ്പോൾ തീരെ ഒരിക്കലും വെള്ളം കിട്ടായില്ല അതൊന്നും നമ്മൾ പറയണില്ല. ഈ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബദൽ സംവിധാനം കാണേണ്ടത് കോർപ്പറേഷൻ തന്നെ വെള്ളം ടാങ്കുകളുണ്ട് നമുക്ക്. അതിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അതല്ലേ ഒരു ഭരണം എന്ന നിലയിൽ ആളുകൾക്ക് വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. നേരത്തെ പറഞ്ഞോണം ഞങ്ങളുടെ അവിടെ അതുണ്ട്, അത് ശരിയാവും. വെള്ളം പലയിടത്തും ഉണ്ടാവില്ല. ഇല്ലാത്തടത്തും വെള്ളം എത്തിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ പൊതുവായ കോർപ്പറേഷൻ. മറ്റുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഇത്രയധികം പണം ലഭിച്ചിരുന്നില്ല. ഇപ്പം അമൃതം പദ്ധതിയിൽ 50% കേന്ദ്ര ഗവൺമെൻറ്, 30% സംസ്ഥാന ഗവൺമെൻറ്, 20% തൃശ്ശൂർ കോർപ്പറേഷൻ. അങ്ങനെയാണ് അമൃതം പദ്ധതിയിൽ ചെലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമ്പത്ത് നമുക്ക് ലഭിച്ചു. പണ്ട് കാലങ്ങളിൽ കാശുണ്ടായിരുന്നില്ല. എന്ത് ഈ കാശ് ഇത്ര കോടിക്കണക്കിന് ലഭിച്ചിട്ടും ജനങ്ങൾക്ക് പണ്ട് കാലത്തെ വിട്ട് ഒരു തുള്ളി വെള്ളം കൂടുതൽ ലഭിക്കുന്നില്ല എന്ന്.
ഇത് കൗൺസിലിനകത്തും പുറത്തും നിരവധി തവണ സംസാരിച്ചിട്ടും ഈ ഇരുട്ടത്ത് എന്താ പറയുക ഓരോന്ന് തപ്പി രക്ഷപ്പെടാൻ നോക്കല്ലാണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ തുള്ളിവെള്ളം കൂടുതൽ വരുന്നില്ല എന്നുള്ളത് ആരാണെന്നിട്ടാണ് ഈ പറയണത്? നമ്മൾ 20 MLD ഇപ്പോൾ വർക്ക് ചെയ്തില്ലേ, അത്രയും വെള്ളം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ തുള്ളിവെള്ളം കൂടുതൽ വരുന്നില്ല എന്ന് എവിടത്തെ മാനദണ്ഡത്തിലേക്ക് പറയണം? എനിക്കത് അതുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഉള്ളത് പറയുന്നതിനൊന്നും അംഗീകരിക്കാൻ ഒരു വിരോധവും ഇല്ല. ഒരു തുള്ളി വെള്ളം കൂടുതൽ വന്നില്ല എന്ന് രാജേട്ടൻ ഇവിടെ വരുമ്പോൾ എവിടത്തെ തുള്ളി നോക്കിയിട്ട് ഈ പറയുന്നത് വിരോധം? അവിടെ 14 MLD എന്നുള്ളത് 20 MLD പ്ലാന്റ് കുറയ്ക്കണമെന്നുള്ളത് ശരി, അത്രയും വെള്ളം കൂടുതലുണ്ട്. പക്ഷെ അത്രയും വെള്ളം നമ്മൾ തൃശ്ശൂർ നഗരത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വെച്ചാൽ ഇത് പല വരുന്ന വഴിയിൽ പല പഞ്ചായത്തുകളിലേക്കും പല വലിയ സ്ഥാപനങ്ങളിലേക്കും ഇതിൽ നിന്ന് പോകുന്നുണ്ട്. അതിൽ പരിശോധന നടക്കുന്നില്ലേ? ഇല്ല, കറക്റ്റായിട്ട് പരിശോധന ഇല്ല. 14 MLD വെള്ളം വരാനുള്ള സംവിധാനങ്ങൾ മാത്രമേ പീച്ചിന്ന് തൃശ്ശൂർക്കുള്ളൂ. എന്നിട്ട് അവിടെ 20 MLD ആക്കിയാലും 14 MLD വെള്ളം വരാനുള്ള കപ്പാസിറ്റി പൈപ്പുകൾക്കും കാര്യങ്ങൾക്കുള്ളൂ. ഈ പുതിയ സ്ഥാപിച്ച പൈപ്പുകൾക്ക് അല്ലല്ല, പുതിയ സ്ഥാപിച്ചുകൊണ്ട് അതല്ല, മുമ്പ് 20 MLD ആക്കിയെന്ന് പറഞ്ഞല്ലോ. ആ 14 MLD നിലനിൽക്കുമ്പോഴാണ് അത് മാറ്റി 20 MLD ആക്കിയത്. 20 MLD ശുചീകരണ പ്ലാന്റ് ആക്കി എന്നുള്ളത് വസ്തുതയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതനുസരിച്ചുള്ള വെള്ളം വരാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല, വെള്ളം പട്ടണത്തിലേക്ക് വരുന്നില്ല. സാങ്കേതികമായി പിഴവുണ്ടെന്നാണോ? അതിന് ഈ പറയണതല്ല, അത് കൂടുതൽ പ്രഷറിൽ തള്ളി വന്നാൽ പൈപ്പ് പൊളിയുമെന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ വെള്ളം പലപ്പോഴും നിൽക്കല പതിവ്. ഇപ്പോൾ നിൽക്കാണ്ട് തന്നെ വെള്ളം വിടുന്നതിനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ പ്രഷറിൽ തള്ളണമെങ്കിൽ മറ്റൊരു ലൈൻ വേണം. അത് പെട്ട് ഏകദേശം അവസാനിക്കാറായി. ഈ പ്രതിപക്ഷത്തുള്ള രണ്ടുപേരോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഭൂരിഭാഗം കൗൺസിലിൽ ഇപ്പോൾ ജില്ലയിൽ തന്നെ ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടെങ്കിലും കൗൺസിലിൽ പലപ്പോഴും പോലീസ് വന്ന് ബഹളം ശമിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഒരുപാട് തവണ, ഭൂരിഭാഗം തവണയും എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പട്ടാളച്ചിട്ടയാണ് നടന്നു പോകുന്നത് എന്നും പറയുകയുണ്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? കാര്യത്തിൽ എന്താ പറയുക, ജനാധിപത്യ മര്യാദകളൊന്നും തന്നെ പാലിക്കാതെ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ ഏകപക്ഷീയമായ നിലപാടുകൾ ഈ കോർപ്പറേഷനിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അത് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്ന സമയത്തായാലും അതിനുശേഷം എടുക്കുന്ന പല കാര്യങ്ങളായാലും. ഒരു നമ്മുടെ അഴിമതിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ബിനി ടൂറിസ്റ്റ് ഹോം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓൺ ഫണ്ട് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിനി ടൂറിസ്റ്റ് ഹോം. അത് എത്ര വർഷമായി ഇപ്പോൾ പൂട്ടി കിടക്കണം. അത് സ്വന്തക്കാർക്കും അവരെ അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാർക്കും അതിൻ്റെ നടപടി അവരെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള കുറേ സാങ്കേതികമായിട്ടുള്ള കുറേ നൂലാമാലകൾ ഒപ്പിച്ചതിൻ്റെ പേരിലാണ് അത് അങ്ങനെ ഇപ്പോഴും എവിടെ എത്താണ്ട് നിൽക്കുന്നത്. ഇതുപോലെ നമുക്കറിയാം, ഈ ഇവിടെ പുഴയ്ക്കൽ വെഡ്ഡിങ് വില്ലേജ് യാതൊരു അനുമതിയില്ലാണ്ട് ഇവരെ ഈ ഭരണത്തിൻ്റെ ഒറ്റ സംരക്ഷണത്തിൽ അവിടെ ലക്ഷക്കണക്കിന് രൂപ വരെ മാസം വാടക മേടിക്കുകയാണ്. ഈ കോർപ്പറേഷന് 10 രൂപ ടാക്സ് കിട്ടുന്നില്ല, കോർപ്പറേഷന് ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് ജനാധിപത്യ മര്യാദകൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടങ്ങളൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള പല നിലപാടുകളും കൗൺസിലിൽ ശക്തമായിട്ടുള്ള നിലപാട് പ്രതിപക്ഷം നൽകി. ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ്. വോട്ടിംഗ് ഒരു വിഷയത്തിൽ ഒരു കൗൺസിലർ ആവശ്യപ്പെട്ടാൽ, ഒരു ജനപ്രതിനിധി ആവശ്യപ്പെട്ടാൽ വോട്ടിംഗ് ചെയ്യണം എന്നതാണ് നിയമം നിലനിൽക്കുന്നത്. ഈ ഭരണസമിതി വന്ന് 8 വർഷത്തിനുള്ളിൽ നിരവധി തവണ വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ടും ഒരു തവണ പോലും വോട്ടിംഗ് അനുവദിക്കാതെ ഓടി രക്ഷപ്പെടുന്ന CPM ഭരണ നേതൃത്വത്തെ കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടുണ്ടോ? വോട്ടിംഗ് അവകാശം, വോട്ടിംഗ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, ഇന്ന വിഷയത്തിൽ ഞാൻ വോട്ടിംഗ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് 8 വർഷമായി ഒരു വോട്ടിംഗ് പോലും നടത്താത്ത, നിരവധി തവണ പ്രതിപക്ഷങ്ങളായാലും വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ട് ഒരു തവണ പോലും വോട്ടിംഗ് നടത്താത്ത, ജനാധിപത്യ ലംഘനം നടത്തുന്ന ഒരു ഭരണസമിതിയാണ് CPM നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ. എന്തായാലും അത് ചർച്ച ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല. എന്താണ് നേരത്തെ ആരോപണം? പല കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ ഈ ശക്തൻ സ്റ്റാൻഡിൽ മാലിന്യ കൂമ്പാരം വന്നതിൻ്റെ കാര്യം കോവിഡ് തുടങ്ങിയ കാര്യങ്ങൾ തുടർന്ന് വന്നു. എറണാകുളത്ത് തീ പിടിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റണം. അപ്പോൾ പറഞ്ഞു 5 കോടി രൂപ വേണമെന്ന് വേൾഡ് ബാങ്ക് പറഞ്ഞു. ചിലവ് 5 കോടി രൂപ. 5 കോടി രൂപയുടെയും കാര്യം കാത്തു നിന്നാൽ പ്രശ്നമാവും. അപ്പം നമ്മൾ 100 പേരെ വെച്ചുകൊണ്ട്
ആ പണി തീർക്കാനായിട്ട് തീരുമാനിച്ചു. അത് പൂർണ്ണമായി തീരുമാനിച്ചു. 1.5 കോടി രൂപയ്ക്ക് അത് കഴിഞ്ഞു. ഇതിന് വരെ എതിരായിട്ട് പൈസ കൊടുക്കരുത് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായി കാര്യങ്ങൾ ഒരൊറ്റ തീരുമാനം എടുക്കാൻ പറ്റാത്ത നിലയിലാണ് എല്ലാം അഴിമതിയുമായി. ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതൊരു വിഷയം മാത്രമായിരിക്കാം. ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലാം വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പോൾ നിലവിലുള്ളൊരു കൗൺസിലർമാരുടെ ഒരു എണ്ണത്തിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ, അതാണോ കാരണം? അത് കാരണം ചിലതൊരു കാരണമാവും. വോട്ടിംഗ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും ന്യായമായ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഒരു പ്രത്യേക തീരുമാനം അടിയന്തരമായി നടപ്പാക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അത് വോട്ടിംഗ് നടത്താതെ മാറിപ്പോയിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. നിയമം ജനാധിപത്യ ലംഘനം. അത് പോട്ടെ, അടിയന്തരമായി ചെയ്യേണ്ട കാര്യത്തിന് പോലും അംഗീകാരം തരാത്ത നിലപാട് സ്വീകരിച്ചാൽ അത് ശരിയല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പി കെ ഷാജേട്ടൻ ആരോഗ്യകാര്യ സമിതി ചെയർമാൻ കൂടിയാണ്, LDF-ന്റെ ലീഡറും കൂടിയാണ്. ഈ ശക്തനിലെ OWC പ്ലാന്റ് വെച്ചത് UDF-ന്റെ കാലത്താണ്. എന്തുകൊണ്ടാണ് ശക്തനിലെ OWC പ്ലാന്റ് വെക്കാൻ കാരണം? ലാലൂരിലേക്ക് മാലിന്യം കൊണ്ടുപോകണ്ട എന്ന് ധീരമായ നടപടി കോൺഗ്രസ് UDF എടുത്തു. അപ്പോൾ ബദൽ സംവിധാനങ്ങൾ ഒരുക്കണം. ബദൽ സംവിധാനങ്ങൾ എടുക്കുമ്പോൾ OWC പ്ലാന്റ് വെക്കുന്നത് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ജനങ്ങൾക്ക് ഈ OWC പ്ലാന്റ് വെക്കുന്നതുകൊണ്ട് തടസ്സമില്ല, ഇത് എല്ലാവരും അംഗീകരിക്കും, ഇതൊരു സ്മെല്ലില്ല, നല്ല രീതിയിൽ പോകുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ 10,000-കണക്കിന് ജനങ്ങൾ വരുന്ന ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഈ മാലിന്യ പ്ലാന്റ് അന്ന് കോൺഗ്രസ് വെച്ചത്. ഭയങ്കര വിജയമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചിരുന്നു. മെട്രോമാൻ അടക്കം വന്ന് പരിശോധിച്ച് നല്ല സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രമുഖർ വന്നു. ഇവിടുത്തെ OWC പ്ലാന്റ് കണ്ട് മറ്റ് മുനിസിപ്പാലിറ്റികൾ, മറ്റ് പഞ്ചായത്തുകൾ മാതൃകയാക്കി. മാത്രമല്ല സ്റ്റേറ്റ് വിട്ടിട്ട് പോലും ആളുകൾ വന്ന് ഇവിടുത്തെ പദ്ധതികൾ നടപ്പാക്കിയവിടെ. ഈ പിന്നീട് LDF വന്നതിന് ശേഷം ഇത് ബോധപൂർവം ഈ OWC പ്ലാന്റ് തകർത്തു എന്ന് മാത്രമല്ല അവിടെ മാലിന്യ കൂമ്പാരമാക്കി. ഞങ്ങളുടെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്ലാന്റ് കാണുന്ന ആ പ്രദേശം മാത്രമേ OWC പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവരെന്ത് ചെയ്തു? ഈ പ്രദേശത്ത് മുഴുവൻ മാലിന്യം തള്ളി. അവിടെ മാലിന്യം കാണാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് മതിൽ കെട്ടി ഗേറ്റ് വെച്ചു. ശക്തൻ മാർക്കറ്റ് മാലിന്യ കൂമ്പാരം ശേഖരിക്കുന്ന ഒരു തട്ടകമായി മാറ്റി. അവിടെ മാലിന്യം കൊണ്ടിട്ടു. ഒരു മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇവർ പകച്ചു നിന്നു. ഈ ഘട്ടത്തിലാണ് മാലിന്യം സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഇപ്പൊ കൊണ്ടുപോകാൻ സാധിച്ചത്. UDF ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന കാലത്ത് മാലിന്യം ഇങ്ങോട്ട് വരുന്നില്ല. അതൊക്കെ നാട്ടിൽ ചിന്തിച്ചതറി കിടക്കായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെള്ളപ്പൊക്കം വന്നാൽ ഈ OWC പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യും? വെള്ളപ്പൊക്ക സമയത്ത് OWC പ്ലാന്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന് തന്നെ നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിലാണ് അവിടെ കുന്നുകൂടിയത്. അല്ലാതെ ഇത് വർക്ക് ചെയ്യാതെ ഇട്ടു എന്ന് പറയുന്നതൊക്കെ അസത്യമായ കാര്യം ഇവിടെ ഇരുന്ന് പറയാം. വിനോദ് പറഞ്ഞൊരു വളരെ കാലം ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം, ഇപ്പോഴും നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിനി ടൂറിസ്റ്റ് ഹോം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ സ്ഥാപനം ഇപ്പോൾ കുറേ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ പേരിലുള്ള അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും കെട്ടടങ്ങിയിട്ടില്ല. സത്യത്തിൽ എന്താണ് അത് സംഭവിച്ചത്? ഈ ബിനി ടൂറിസ്റ്റ് ഹോമിന് നമുക്ക് നല്ല പൈസ കിട്ടിയിരുന്ന ഒരു സ്ഥാപനമാണ്. തർക്കമില്ലാത്ത കാര്യം വിനോദ് പറഞ്ഞു. 9 പ്രാവശ്യം ഇത് ലേലത്തിൽ വെച്ചു. 9 പ്രാവശ്യം. 9 പ്രാവശ്യത്തിൽ 9 കക്ഷികൾക്കും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വെച്ച സമയത്ത് ഈ 9 പ്രാവശ്യവും എടുക്കാൻ ആളുണ്ടായില്ല. എന്താ അതിൻ്റെ കഥ എന്നൊന്നും ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ല. എടുക്കാൻ ആൾ വന്നില്ല. ഈ സന്ദർഭത്തിലാണ് നീണ്ടു പോയത്. അവസാനമാണ് ഇപ്പോൾ ഈ എടുക്കാൻ വന്ന ഈ ജനീഷ് എന്ന് പറയുന്ന ആൾ അവിടെ വന്നത്. അപ്പോൾ അവനോട് സന്ദർഭവശാൽ ഞാൻ ചോദിച്ചു, ഇത്ര വലിയ കാശിനൊക്കെ എടുത്ത് മുതലകൂടെ കൂട്ടി, അതെൻ്റെ ഒരു മനസ്സ് ചോദിച്ചു എന്ന് മാത്രം. ഇല്ല, ഞങ്ങൾക്കത് മുതലാവും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങേരത് എടുത്തത്. അതിനെ തുടർന്നാണ് പിന്നീട് കൗൺസിൽ അത് മോഡിഫൈ ചെയ്ത് നല്ല നിലയ്ക്ക് നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ 3 കോടി രൂപയ്ക്ക് പൈസ ചിലവാക്കി അതൊരു മോഡൽ എന്ന നല്ല രീതിയിലാക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത്. നേരത്തെ പറഞ്ഞോണം സമയം നീണ്ടിട്ടെന്നുള്ള കാര്യം ശരിയാണ്. 9 പ്രാവശ്യവും ഈ ടെൻഡർ എടുക്കാൻ ആൾ വരാത്തതായിരുന്നു പ്രശ്നം. അതിപ്പോൾ നമ്മൾ രേഖകളും ഞാൻ എല്ലാം പൂർണ്ണമായി നോക്കി, അത് കറക്റ്റാണ്.
പക്ഷെ ആ വിഷയത്തിൽ ജനീഷ് എന്ന പറഞ്ഞൊരു വ്യക്തി ആ ടെൻഡറിൽ പങ്കെടുക്കുകയും പക്ഷെ പിന്നീട് അത് എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ആ ജനീഷ് ടെൻഡറിൽ പങ്കെടുക്കുന്ന സമയത്ത് നിലവിലില്ലാതെന്നൊരു കമ്പനി ശക്തൻ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പേരാണ് പിന്നെ എഗ്രിമെൻറ്റ് വെക്കുന്നത്. അതൊരിക്കലും നിയമപരമല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വലിയ തുകയ്ക്കാണ് കോർപ്പറേഷനെ സംബന്ധിച്ച് വരുമാനം നോക്കുന്നു, വലിയ തുകയ്ക്ക് ഈ പറഞ്ഞ വ്യക്തി എടുക്കുന്നു പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്തിനായിരിക്കാം ഇത്രയും തുക മുടക്കി എടുക്കുന്നത്? അവരുടെ കാഴ്ചപ്പാട് അത് അതിൻ്റെ പിന്നീട് വലിയൊരു അഴിമതി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ വ്യക്തി എടുത്താലും പിന്നീട് അത് എഗ്രിമെൻറ്റ് വെക്കുന്നത് ശക്തൻ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ വരില്ല. ആ കമ്പനി എന്ന് പറഞ്ഞാൽ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പാർട്ണർമാർ അവരെ കയ്യിൽ നിന്ന് കോടികൾ മേടിച്ചിട്ട് അത് ഈ വ്യക്തി അത് പല പാർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കോർപ്പറേഷൻ്റെ അനുമതി ഇല്ലാതെ ഈ കരാറെടുത്ത ആൾ പല ആൾക്കാർക്കായിട്ട് വേറെ റീറെൻറ്റ് കൊടുക്കുകയാണ്. അത്തരത്തിലൊരു അതൊരിക്കലും കോൺഗ്രസിന്റെ ഷാജേട്ടൻ പറഞ്ഞതുപോലെ 9 തവണയിൽ 6 തവണയാണ് ഈ കാര്യത്തിൽ ടെൻഡർ വിളിച്ചത്. 6 തവണയാണ്. ഈ 6 തവണ ടെൻഡർ വിളിച്ചപ്പോൾ ഈ ജനീഷ് എന്ന് പറഞ്ഞ വ്യക്തി 7.5 ലക്ഷം രൂപയ്ക്കാണ് കരാറെടുത്തത്. 7 ലക്ഷം രൂപ പ്ലസ് GST അടക്കം 8.5 ലക്ഷം രൂപ ഒരു മാസം റെന്റ് കൊടുക്കാം എന്ന രീതിയിലാണ് കരാറെടുത്തത്. അത് കുറച്ച് നല്ല ന്യായമായ റേറ്റാണ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 13.5 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം നൽകാമെന്ന് പറഞ്ഞ് ആളുകൾ ടെൻഡർ പങ്കെടുത്തു. ഇതേ 6 തവണ പങ്കെടുത്തതിൽ ഒരു തവണ അങ്ങനെയായിരുന്നു. ഇതിനുശേഷം ഈ ഫയൽ ഈ 2.5 വർഷമായി ഇത് പൂട്ടിക്കിടക്കുന്നു. ആ ടെൻഡർ വിളിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിൽ 1 വർഷക്കാലം ഈ ഫയൽ എവിടെയായിരുന്നു? 1 വർഷക്കാലം ഈ ഫയൽ പൂത്തിവെച്ചു. എവിടെയായിരുന്നു പൂത്തിവെച്ചത്? മേയറുടെ ചേംബറിൽ. എന്തിനു വെച്ചു? അതിനുശേഷമാണ് ഈ ജനീഷിനെ ഇതിൽ ടെൻഡർ വിളിച്ചതും 7 ലക്ഷം രൂപയ്ക്ക് ജനീഷ് പങ്കെടുത്തതും. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ നിയമപരമായിരുന്നില്ല. മേയറുടെ താല്പര്യമായിരുന്നു എന്നാണ് പറയുന്നത്. നിയമപരമായിരുന്നില്ല അതിൽ പങ്കെടുത്തത്. 7 ലക്ഷം രൂപയുടെ എമൗണ്ട് ഞാൻ കുറച്ച് കാണുന്നില്ല. GST അടക്കം 8 ലക്ഷം രൂപ അദ്ദേഹത്തിന് വരുമെന്ന് ഞാൻ കുറച്ച് കാണുന്നില്ല. ന്യായമായ ടെൻഡർ റേറ്റ് ആണെന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ നിയമപരമായിരുന്നില്ല. ഈ 13.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ബിനി ടൂറിസ്റ്റ് ഹോം ഒരു മാസത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ഒരാൾ അതെടുക്കും. 13.5 ലക്ഷം രൂപ ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് അപ്പ കൊടുക്കില്ലേ? പക്ഷെ അയാൾ തീരുമാനിച്ചു, പിന്നെ അയാൾ വന്നില്ല. ആ 13.5 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ടുണ്ടോ? പിന്നീട് ടെൻഡർ ഉറപ്പിക്കുമ്പോ ആള് വരണ്ടേ? ഇത് മുതലാവാത്തതുകൊണ്ട് ആള് വരുന്നില്ല. ഒരു വർഷക്കാലം ഈ ഫയൽ പൂത്തി വെക്കുമ്പോൾ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഈ ഫയൽ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പി കെ ഷാജേട്ടൻ പറയണ്ടേ? എവിടെയായിരുന്നു ഈ ഫയൽ? എന്തിനു മാറ്റിവെച്ചു? ആ 1 വർഷത്തെ കാലത്തെ സാമ്പത്തിക നഷ്ടം ആര് വഹിക്കും? ഇത് ആര് 13.5 ലക്ഷം രൂപയ്ക്ക് പിന്നെ എടുക്കാൻ വന്നു? അവർ ആവശ്യപ്പെട്ടു, പക്ഷെ എടുത്തില്ല. 13.5 ലക്ഷം രൂപയ്ക്ക് ഒരു മനുഷ്യ എടുക്കില്ല എന്ന് വെളിവുള്ള എല്ലാവർക്കും അറിയാം. എന്തായാലും ആ വിഷയം കോർപ്പറേഷൻ നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും പറയാം. നമുക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ പരിമിത സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനും ആവില്ല. എന്തായാലും അവസാനമായി ഈ മേയർ നേരത്തെ ഒരു മിനിറ്റ്, ആ അഴിമതിയിലേക്ക് പെട്ടെന്ന് നമ്മൾ ബിനിയിലേക്ക് കടന്ന കാരണം ആ മാലിന്യ സംസ്കരണത്തിൻ്റെ അതിലേക്ക് ഫുള്ള് കടക്കാൻ പറ്റിയില്ല. മാലിന്യ സംസ്കരണത്തിൻ്റെ ആ ഒരു മേഖലയിലാണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ശുചിത്വ മിഷൻ്റെ ഫണ്ടുകൾ, കേന്ദ്ര ഫണ്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിന് കിട്ടിയിട്ടുള്ള ടേക്ക് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോങ് യാത്രക്കാർക്ക് പ്രധാനമന്ത്രിയുടെ ഒരു വിഷണത് ലോങ് യാത്രക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രം. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ടോയ്ലറ്റ്, ബാത്റൂം, അവർക്ക് റെസ്റ്റ് റൂം, മറ്റേ ഫീഡിങ് റൂം, പിന്നെ നാപ്കിൻ, അങ്ങനെ എല്ലാ സൗകര്യമുള്ള 1 കോടിയോളം രൂപ ചിലവാക്കിയിട്ട് 2 എണ്ണം തൃശ്ശൂർ പണിതെടുക്കും. 2 വർഷം കഴിഞ്ഞു. ഇതുവരെ അത് ജനങ്ങൾക്ക് അതിൽ അത് വലിയൊരു വിഷയമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട്. അത് തൃശ്ശൂർ കോർപ്പറേഷന് മാത്രമല്ല, നല്ലൊരു ആശയമാണ്. പക്ഷേ സംസ്ഥാന വ്യാപകമായി പലയിടത്തും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പരിപാലിക്കുന്നില്ല. ഈ ഒരു വിഷയം കോർപ്പറേഷനിലെ മാത്രം ഒരു വിഷയമായിട്ടല്ല, ഞാൻ ജനങ്ങളുടെ ഒരു വിഷയമായിട്ടാണ് അത് പറയുന്നത്. അത് എല്ലാവർക്കും, നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് സഹായകമാകുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലും പല മേഖലയിലും ചിലർക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പരിപാലനമില്ല, ഉദ്ഘാടനമായി നടക്കുന്നതല്ല. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു മാലിന്യ കൂമ്പാരം നീക്കം ചെയ്ത് അതിന് ബലിയാടായ ഒരു ഉദ്യോഗസ്ഥനുണ്ട് നമ്മുടെ കോർപ്പറേഷനിൽ. സെബി എന്നിട്ടുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ സൂസൈഡ് ചെയ്തു. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷണം, അദ്ദേഹത്തിൻ്റെ വൈഫ് കേസ് പോയിട്ടുണ്ട്. കോർപ്പറേഷൻ ശരിക്ക്
ആത്മാർത്ഥമായിട്ട് വർഷങ്ങളോളം കോർപ്പറേഷന് വേണ്ടി ഈ മേഖലയിൽ പണിയെടുത്ത ആളെന്ന നിലയ്ക്ക് ഒരു അന്വേഷണം വെക്കേണ്ടായിരുന്നു. ഇതുവരെ പലവട്ടം ഞങ്ങൾ കൗൺസിൽ ആവശ്യപ്പെട്ടും വെച്ചിട്ടില്ല. കാരണം ഒരുപാട് പ്രഷർ അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ്, സാമ്പത്തികമായിട്ടുള്ള പല ഇടപാടുകളിലും അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് ഒപ്പിടിച്ചിട്ടാണ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാണ്ടാണ് അദ്ദേഹം വിട്ടുപോയത്. എന്ന് വെച്ചാൽ പല ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പല ക്ലാസ്സുകൾ എടുക്കാനും വളരെയധികം അറിവുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു സൂസൈഡ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അവിടെ തന്നുള്ള ആലോചിച്ചാൽ മതി. ഇപ്പൊ കോർപ്പറേഷന്റെ വർഷങ്ങളായിട്ട് ഇവിടെ ടെൻഡർ എടുത്ത് കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ഒരാള് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അതും വലിയൊരു അഴിമതിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബില്ലുകൾ ഇവിടെ നിന്ന് കിട്ടാണ്ട് ആ ബില്ല് ഒപ്പിട്ട് സമയത്ത് വലിയൊരു കാശാണ് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള. വലിയൊരു കാശ് കമ്മീഷൻ ചോദിച്ചപ്പോ അന്ന് ആ പോക്ക് പോയി രാത്രി അദ്ദേഹത്തിന് പ്രഷർ അടിച്ചിട്ട് ഞരമ്പ് പൊട്ടി അമൃതയിൽ എടുക്കുക, മരണത്തോട് മല്ലടിച്ച് എടുക്കുക. അപ്പൊ ഇത് വല്ലാത്ത ശാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ ഉള്ളത്. അത് അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും. ആന്റണി കോൺട്രാക്ടർ ഇവിടുത്തെ കെട്ടിടപ്പണിക്കാരനല്ലേ? ആ മാലിന്യ സംസ്കരണ ഗുരുതരമായ ഏറ്റവും വലിയ കാര്യമാണ് സീവറേജ് മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇപ്പൊ അമൃതം പദ്ധതിയിൽ 65 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ആ പദ്ധതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് 70 സെന്റ് സ്ഥലമാണ്. പക്ഷെ ഇവർ വാങ്ങിയതോ 12 ഏക്കറാണ്. ആ 12 ഏക്കർ വാങ്ങിക്കൂട്ടി അതിന്റെ കാശ് കൊടുത്ത് കമ്മീഷൻ മേടിച്ച് പോക്കറ്റിലിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഗവൺമെന്റ് പോലും ഉത്തരവ് കൊടുക്കുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ വെക്കാൻ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കുന്നില്ല. തണ്ണീർത്തടമാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് CPM നേതൃത്വം, LDF നേതൃത്വം 70 സെന്റ് സ്ഥലം വാങ്ങേണ്ട സ്ഥലത്ത് 12 ഏക്കർ സ്ഥലം വാങ്ങി, ഒരാൾ പോലും വാങ്ങാത്ത സ്ഥലം വാങ്ങി കമ്മീഷൻ മേടിച്ച് വീട്ടിലിരിക്കുക. വേറെ സംഭവം കേൾക്കുന്നത്, ഇത് ഓഡിറ്റിന് ഒബ്ജക്ഷൻ വന്നു. ഓഡിറ്റുകാരോട് വന്ന് ഇവരോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചിട്ട് 3-4 കാറിൽ ഈ പ്രദേശത്തേക്കാ പോയി. സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല. എവിടെയാണ് 12 ഏക്കർ മേടിച്ചതെന്ന് ഓഡിറ്റുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പോലും സാധിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ ഷാജേട്ടാ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് രേഖകളിലെ ഓഡിറ്റിന്റെ രേഖകളിലുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. പക്ഷെ 12 ഏക്കർ ഭൂമി വാങ്ങിച്ചത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഈ രാജേട്ടനടക്കമൊക്കെയാണ് ഇത് വാങ്ങിയത് ആൾക്കാര്. ഭരിക്കുന്നത് CPM, വാങ്ങുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്തും? ഞാൻ പറഞ്ഞില്ല, ഞാനത് പറഞ്ഞില്ല. അഴിമതി അഴിമതിയല്ല പറഞ്ഞേ. അതായത് ഒരു കാര്യം മനസ്സിലാക്കി, LDFന്റെ കാലഘട്ടത്തില് ഗുണവും ദൂഷ്യവും സീവേജ് പ്ലാന്റ് ആരംഭിക്കണമെങ്കിൽ എത്ര സ്ഥലം വേണമെന്ന് ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം പോയി കണ്ടതാ. എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൂടി പോയി കണ്ടു. ഇത് നടത്തണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. അത് പ്ലാന്റ് നടത്താൻ 70 സെന്റ് വേണ്ടു, അതൊക്കെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ലപോലെ സ്ഥലം വേണം. കാരണം ഈ മലിനജലം വന്ന് പ്ലാന്റ് ഇതാക്കുകയാണ്. അപ്പോൾ അതിന് നല്ലപോലെ സ്ഥലം വേണം. അതിലെന്തൊക്കെ നടന്നു എന്നുള്ളത് ഇപ്പോൾ രാജേട്ടൻ പറയുമ്പോൾ എനിക്കറിയില്ല ഇതൊന്നും. ഇനി അത് അന്വേഷിക്കണം. എന്ത് നടപടി സ്വീകരിച്ചാലും ഞങ്ങളായിട്ട് ഒപ്പമുണ്ട്, ഞങ്ങളതിന്റെ മുമ്പിലുണ്ട്. എനിക്ക് മനസ്സിലായില്ല അഴിമതി നടന്നതായി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിജിലൻസോ കോർപ്പറേഷൻ അതല്ല. അതായത് എന്തുകൊണ്ടാണ് അവിടെ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കാത്തത്? അവിടെ പണിയാൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഇതിന് പറ്റിയതാണെന്ന് വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചില്ല? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ശുചിത്വ മിഷനോട് അഭിപ്രായം ചോദിച്ചില്ല? ഇത് ശരിയാണെന്ന് നിലയല്ലേ ഭൂമി മേടിച്ച? ഞാൻ പറയുന്നത് ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇതിന് ആരായിരുന്നു പിന്നിൽ? ശുചിത്വ ആരായിരുന്നു? ഷാജേട്ടൻ അറിയാം. ഷാജേട്ടൻ പാർട്ടിയുടെ പ്രതിപക്ഷമൊക്കെ പൂർണ്ണമായി സഹകരിച്ചിട്ട് ചെയ്ത കാര്യമാണ്. പ്രതിപക്ഷ നേതാവടക്കം പൂർണ്ണമായി സഹകരിച്ച് വാങ്ങിയതാണ്. പ്രതിപക്ഷത്തിലെ രണ്ടുപേരും പറയുന്നത് ഷാജേട്ടനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഷാജേട്ടൻ അങ്ങനെ രീതിയിലേക്ക് പോകുന്ന ഒരാളല്ല എന്ന് അവർ തന്നെ പറയുന്നത്. പക്ഷെ ഇതിനുള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് വിഷയങ്ങൾ അവർ ചൂടുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ ഭരണത്തിന് കീഴിൽ നടന്ന കാര്യമാണ് ഈ പറയണത്. ഞാൻ പറഞ്ഞോട്ടെ, ഈ മേടിച്ചു, ഈ ഭൂമി വാങ്ങി കഴിഞ്ഞാൽ പിന്നെ CPM തന്നെ അന്വേഷണ കമ്മീഷൻ വെക്കുക നിങ്ങൾ പറഞ്ഞനുസരിച്ച്. അങ്ങനെ എനിക്ക് എന്നും അന്വേഷണ കമ്മീഷൻ വെക്കേണ്ടി വരും. എല്ലാത്തിലും അഴിമതി എന്നല്ല പറയണത്. എല്ലാത്തിലും അഴിമതി എന്ന് പറയാം. നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്തപ്പോ ഈ അഴിമതി പുലി പോലെ നമ്മൾ ഇതിൽ പെട്ടുണ്ടോ എന്നൊക്കെ. ഈ നിലയിൽ അവതരണം അവർ പറയുന്നത് ഒരു കംപ്ലൈന്റ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. 12 ഏക്കർ വാങ്ങുമ്പോ
ഒരു ഏക്കർ ഒരു ഭൂമി വാങ്ങുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു എതിർപ്പ് ഇതിലെനിക്ക് ഒരു കാര്യത്തിൽ കൂടെ ശ്രീ പി കെ ഷാജാൻ അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവാണ്. ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളിൽ അഴിമതി ആരോപിക്കുന്നുമുണ്ട്. അദ്ദേഹം ഇതിൽ നിന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട്. ആരൊക്കെയാണ് പിന്നിലുള്ളത്? എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തിലുണ്ട്. ആ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കൗൺസിലറും CPM-ന്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള ഒരു യുവ നേതാവായിട്ടുള്ള ഈ കാലയളവിലും അത്ര ആളുകളുണ്ടെന്നോ? ഉണ്ട് അവരിപ്പോഴും ഉണ്ട്, കൗൺസിലുണ്ട്. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങൾ 12 ഏക്കറുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പറയുമ്പോൾ ഈ രാജേട്ടനൊക്കെ ഉണ്ടായ ഒരു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് ഒരു മേടിച്ചാണ് ആ സാധനം. ഒരുപാട് വിഷയങ്ങളുണ്ട്, നമുക്ക് എല്ലാറ്റിലും എത്താൻ വഴിയില്ല. അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചു പോട്ടെ. നമ്മൾ നിലവിലുള്ള മേയർ വിമതനായിരുന്നു, മത്സരിച്ച് ജയിച്ച ആളാണ്. ഇടത് മുന്നണിയുമായി സഹകരിച്ചാണ് മേയറായത്. ഒരു കാലയളവ് വരെ എന്ന് പറയുകയുണ്ടായിരുന്നു. മാറ്റമുണ്ടോ മേയർ? മേയറെ മാറ്റാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഒരു കരാർ പ്രകാരമായിരുന്നില്ലേ? അതെ, പക്ഷേ മേയറെ മാറ്റാൻ ഇപ്പൊ പാർട്ടി തീരുമാനിച്ചു. മേയർ മാറ്റാൻ തീരുമാനിക്കാത്തതാണോ മേയർ മാറാത്തതാണോ? അത് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആളോട് പറയില്ലേ, ഉടനെ തന്നെ നിങ്ങൾ മാറണമെന്ന് പറയില്ലേ? അല്ല, അദ്ദേഹം മാറ്റുകയാണെങ്കിൽ ഞാൻ മാറും എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നേരത്തെയുള്ള ഒരു കരാറാണല്ലോ, അത് പാലിക്കുമല്ലോ. പറയുന്നില്ല. LDF-ലെ ഡെപ്യൂട്ടി മേയറെ CPI-ക്ക് ആക്കാൻ പറ്റുന്നില്ല. എനിക്ക് CPI-യുമായി ചർച്ച ചെയ്ത് CPI-ലെ കൗൺസിലർമാരെ പോലും ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. അവരെ നിർത്തിയ ഒരാളെ ഒരു ഡെപ്യൂട്ടി മേയർ ആക്കാൻ പോലും സാധിക്കാത്ത LDF-നെ കുറിച്ച് നമ്മൾ എന്താ പറയുക? അത് CPI-യുടെ നിലപാട് എന്താണെന്ന് ഇപ്പൊ രാജേട്ടൻ നന്നായി അവരുമായി ബന്ധപ്പെട്ടുണ്ട്. എന്താ കാര്യം എന്ന് ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് പിടി കിട്ടിയിട്ടില്ല. ശരി, എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിമിതമായ സമയമാണുള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായാലും ജനോപകാരപ്രദമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകട്ടെ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ചർച്ചയിൽ TCV-യുമായി സഹകരിച്ച തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇടത് പാർലമെന്ററി പാർട്ടി നേതാവ് PK ഷാജൻ, പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രാജൻ ജെ. BJP പ്രതിനിധി വിനോദ് പൊള്ളാഞ്ചേരി എന്നിവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.